IPL 2026 സീസണിൽ ഏറെ കാത്തിരുന്ന എൽ ക്ലാസിക്കോ മത്സരം ഇന്നലെ, അതായത് 2026 ഏപ്രിൽ 23-ന് നടന്നു. പ്രശസ്തമായ വാങ്ഡെ സ്റ്റേഡിയത്തിൽ മുംബൈ ഇന്ത്യൻസ് MI ചെന്നൈ സൂപ്പർ കിങ്സുമായി CSK ഏറ്റുമുട്ടി. IPL ചാമ്പ്യൻസ് ലീഗ് 2020 ചരിത്രത്തിൽ ഈ രണ്ട് പ്രമുഖ ഫ്രാഞ്ചൈസികൾ തമ്മിലുള്ള 42ാമത്തെ പോരാട്ടമായിരുന്നു ഇത്. വാശിയേറിയതും ഒപ്പം തന്ത്രപരമായ നീക്കങ്ങൾ നിറഞ്ഞതുമായിരുന്നു ഈ മത്സരം. മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ടോസ് നേടി ആദ്യം ബോൾ ചെയ്യാൻ തീരുമാനിച്ചു. സ്പിന്നർമാരെ തുണയ്ക്കുന്ന പിച്ചിൽ തീവ്രമായൊരു പോരാട്ടത്തിന് അത് കളമൊരുക്കി. ഈ മത്സരത്തിലെ പ്രധാന ചർച്ചാവിഷയങ്ങളിൽ ഒന്ന് മുംബൈ ഇന്ത്യൻസിന്റെ പ്രധാന താരമായ രോഹിത് ശർമ്മ കളിക്കില്ല എന്നതായിരുന്നു. ഈ മാസം ആദ്യം സംഭവിച്ച പേശിവലിവിനെ തുടർന്ന് അദ്ദേഹത്തെ ടീമിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. നെറ്റ്സിൽ ബാറ്റ് ചെയ്യുന്നത് കണ്ടിരുന്നെങ്കിലും മത്സരത്തിൽ കളിക്കാൻ അദ്ദേഹത്തിന് അനുമതി ലഭിച്ചില്ല. ഇത് മുംബൈയുടെ ബാറ്റിംഗ് നിരയുടെ തുടക്കത്തിൽ ഒരു വലിയ വിടവുണ്ടാക്കി. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാഡ് ഈ മത്സരത്തിലേക്ക് വന്നത് വലിയ വിമർശനങ്ങൾക്കിടയിലായിരുന്നു. IPL 2026-ൽ CSKയുടെ സ്ഥിരതയില്ലാത്ത പ്രകടനങ്ങളെ തുടർന്ന് അദ്ദേഹത്തിന്റെ നായകത്വവും ബാറ്റിംഗ് ഫോമും വലിയ ചർച്ചയായിരുന്നു. ഇത്രയും നിർണായകമായ ഈ മത്സരത്തിന്റെ ഫലം ലീഗ് ഘട്ടത്തിൽ രണ്ട് ടീമുകളുടെയും പോയിന്റ് നിലയെ കാര്യമായി സ്വാധീനിക്കുന്ന ഒന്നായിരുന്നു. വാങ്കഡയിൽ നടന്ന മത്സരം രണ്ട് ടീമിലെയും പ്രധാന കളിക്കാർക്ക് അവരുടെ പ്രകടനത്തിലെ ഏറ്റക്കുറച്ചിലുകളും നേരിടുന്ന സമ്മർദ്ദങ്ങളും ശരിക്കും കാട്ടിത്തന്നു. മുംബൈ ഇന്ത്യൻസിന്റെ പേസ് ബൌളിംഗ് കുന്തമണിയായ ജസ്പ്രീത് ബുംറ ഈ സീസണിലെ ആദ്യ മത്സരങ്ങളിലെ പ്രകടനത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കിടയിലാണ് കളിക്കിറങ്ങിയത്. സാധാരണഗതിയിൽ ഒരു ലോകോത്തര ബോളറാണ് ബുംറ. പക്ഷേ ഈ സീസണിലെ ആദ്യ 5 കളികളിൽ അദ്ദേഹത്തിന് വിക്കറ്റൊന്നും കിട്ടിയിരുന്നില്ല. നല്ല എക്കണോമി ഉണ്ടായിരുന്നെങ്കിലും ഇത് ടീമിന് ചെറിയ ആശങ്കകൾ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ അദ്ദേഹം ടീമിലേക്ക് തിരിച്ചെത്തിയതും കളിക്കാൻ താനുണ്ടെന്ന് ഉറപ്പുവരുത്തിയതും ടീമിനോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത തന്നെയാണ് കാണിച്ചത്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാര്യത്തിലാണെങ്കിൽ ഋതുരാജ് ഗെയ്ക്വാദിന്റെ ക്യാപ്റ്റൻസി ഒരു പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. ടീമിന്റെ മോശം പ്രകടനങ്ങളും അദ്ദേഹത്തിന്റെ ബാറ്റിംഗിലെ ഫോമില്ലായ്മയും ഇതിന്റെ ഒരു പ്രധാന കാരണമായിരുന്നു. ഓപ്പണർ എന്ന നിലയിൽ ഗെയ്ക്വാദിന്റെ പ്രകടനം പ്രതീക്ഷിച്ചത്ര പോരായിരുന്നു. ക്യാപ്റ്റൻസിയുടെ ഭാരം അദ്ദേഹത്തിന്റെ സ്വാഭാവിക കളിക്ക് തടസ്സമാകുന്നുണ്ടോ എന്ന് മുൻ കളിക്കാർ പോലും ചോദിച്ചിരുന്നു. കാഫ് സ്ട്രെയിൻ കാരണം ധോണി കളിക്കാൻ ഇറങ്ങിയില്ലായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ സ്വാധീനം ടീമിൽ ഒരു നിഴൽ പോലെ ഉണ്ടായിരുന്നു. ടോസിന്റെ സമയത്ത് ഗെയ്ക്വാദ് തന്നെ ആ ഇതിഹാസ താരത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് പറയുകയും ചെയ്തു. മുംബൈ ഇന്ത്യൻസിന്റെ മറ്റൊരു പ്രധാന ബാറ്റ്സ്മാനായ സൂര്യകുമാർ യാദവിനും IPL 2026-ന്റെ തുടക്കത്തിൽ സ്ഥിരതയില്ലാത്ത പ്രകടനം കാരണം ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നു. 2026-ൽ ഇന്ത്യക്ക് T20 ലോകകപ്പ് കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം എന്നത് ഇവിടെ ഓർക്കണം. മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലുള്ള പോരാട്ടം IPLലെ ഏറ്റവും കടുത്ത ഒന്നാണ്. രണ്ട് ടീമുകളും 5 കിരീടങ്ങൾ വീതം സ്വന്തമാക്കിയിട്ടുണ്ട്. ചരിത്രം നോക്കിയാൽ നേർക്കുനേർ പോരാട്ടങ്ങളിൽ മുംബൈ ഇന്ത്യൻസിനാണ് നേരിയ മുൻതൂക്കം. IPLൽ 21 മുതൽ 18 വരെ എന്ന നിലയിലും ചാമ്പ്യൻസ് ലീഗ് T20 മത്സരങ്ങൾ കൂടി കൂട്ടിയാൽ 22 മുതൽ 19 വരെ എന്ന നിലയിലും CSKയേക്കാൾ അവർ മുന്നിലാണ്. എന്നാൽ മുംബൈക്കെതിരായ അവസാന 5 മത്സരങ്ങളിൽ 4ലും ചെന്നൈ സൂപ്പർ കിങ്സാണ് ജയിച്ചത്. ഇത് ഇന്നലത്തെ പോരാട്ടത്തിന് ഒരു പ്രത്യേക വാശി കൂടി നൽകി. വാങ്ഡെ സ്റ്റേഡിയത്തിലെ പിച്ച് അടുത്തിടെയായി സ്പിന്നർമാർക്ക് അനുകൂലമായിരുന്നു. ഇതൊരു തന്ത്രപരമായ വെല്ലുവിളിയായിരുന്നു പ്രധാനമായും CSKയ്ക്ക്. കാരണം IPL 2026-ൽ സ്പിൻ ബൌളിംഗിനെതിരെ അവർക്ക് ദൗർബല്യം കാണിച്ചിട്ടുണ്ട്. ഈ വമ്പൻ ടീമുകൾ തമ്മിലുള്ള ഓരോ മത്സരവും ഈ സീസണിലെ അവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ വളരെ നിർണായകമാണ്. ഇത് പ്ലേ ഓഫ് യോഗ്യതകളെയും ടീമിന്റെ ആത്മവിശ്വാസത്തെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഒന്നാണ്. ഹാർദിക് പാണ്ഡ്യ, ജസ്പ്രീത് ബുംറ, സൂര്യകുമാർ യാദവ് എന്നിവരുൾപ്പെടുന്ന മുംബൈയുടെ പ്രധാന കളിക്കാരും CSKയുടെ ഋതുരാജ് ഗെയ്ക്വാദും മൊത്തത്തിലുള്ള ടീമിന്റെ കെട്ടുറപ്പം വെച്ച് നോക്കുമ്പോൾ ഈ മത്സരത്തിലെ ഫലം IPL 2026 പ്ലേ ഓഫുകളിലേക്ക് അടുക്കുമ്പോൾ ഇരു ടീമുകളുടെയും മുന്നോട്ടുള്ള കുതിപ്പിനെ തീർച്ചയായും നിർണ്ണയിക്കും. ഈ പ്രശസ്തമായ IPL പോരാട്ടത്തിന്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണെന്നും അതിലുള്ള എക്കാലത്തെയും നാടകീയ നിമിഷങ്ങളും ഈ മത്സരം ഒരിക്കൽ കൂടി അടിവരയിട്ട് കാണിച്ചു.